തോട്ടം മേഖലയിലെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുവാനുള്ള മാനേജ്മെന്റ് ശ്രമങ്ങളെ ചെറുത്ത് തോൽപ്പിക്കുമെന്നും തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കുന്നതിന് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. തിരുക്കൊച്ചി തോട്ടം തൊഴിലാളി കോൺഗ്രസിന്റെ 20ാമത് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ നാട്ടിലെ തൊഴിലാളികളുടെ ദീർഘകാലമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയും കഴിയട്ടെ അതിന് ശ്രീ കല്ലാടൻ്റെ നേതൃത്വത്തിലുള്ള ഈ യൂണിയന് കഴിയും എന്ന് ഞാൻ കണക്കാക്കുകയും ചെയ്യുകയാണ്. ഇനിയിപ്പോൾ റബ്ബർ മേഖലയെക്കുറിച്ച് സൂചിപ്പിച്ചു. നമ്മളുടെ പ്രിയപ്പെട്ട MP ശ്രീ ആൻ്റണി പാർലമെൻറ്റിൽ അതിനെക്കുറിച്ച് നന്നായി സംസാരിച്ചു. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ കണ്ണു തുറക്കണ്ടേ, അവരതിനനുകൂലമായി തീരുമാനമെടുക്കണ്ടേ. എന്ത് പറഞ്ഞാലും തിരിച്ചും മറിച്ചും പറയുമ്പോൾ പഴയ ഏതെങ്കിലും കരാറിനെക്കുറിച്ച് പറഞ്ഞവർ തടിതപ്പാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നമ്മളുടെ ഈ പ്രദേശത്ത് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ തൊഴിൽ കിട്ടാൻ സാധ്യതയുള്ളതും കർഷകരായ ആളുകളെ സംബന്ധിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയുന്നതും അങ്ങനെ രണ്ട് ലക്ഷ്യങ്ങൾ ഒരുപോലെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു മുണ്ടക്കൈ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് ആന്റണി MP അധ്യക്ഷത വഹിച്ചു. ചാണ്ടി ഉമ്മൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് PS സലീം, യൂണിയൻ ജനറൽ സെക്രട്ടറി തോമസ് കല്ലാടൻ, UDF ജില്ലാ കൺവീനർ ഫിൽസൺ മാത്യു, യൂണിയൻ ഭാരവാഹികളായ സുനിൽ തേനമാക്കൽ, KN രാമദാസ്, അൻസാരി മഠത്തിൽ, CC ജോയി, KPCC മെമ്പർ M ഷാഹുൽ ഹമീദ്, DCC ജനറൽ സെക്രട്ടറിമാരായ ജോമോൻ ഐക്കര, പ്രകാശ് പുളിക്കൽ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ PG രാജ, ബിനു മറ്റക്കര, TT സാബു, KS രാജു, ജിജോ കാരക്കാട്ട് തുടങ്ങിയ നിരവധി പ്രമുഖർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.